ഹലോ എവരിവൺ, വെൽക്കം ടു ജയ്ലേൺ. ഞാൻ ശ്രീകുട്ടൻ. നെറ്റ് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റെക്കറിംഗ് ആയിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ. എന്നാൽ ഈ പ്യൂരിറ്റൻ ഏജിലാവട്ടെ നമുക്ക് ഒരുപാട് റൈറ്റേഴ്സിനെ അങ്ങോട്ട് പഠിക്കാനുമില്ല. ഏറ്റവും പ്രധാനമായിട്ടും ജോൺ മിൽട്ടനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാറുള്ളത്. ആ ഒരു ഭാഗത്ത് എപ്പോഴും ചോദ്യങ്ങൾ വരിക തന്നെ ചെയ്യും. സോ ജോൺ മിൽട്ടനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സോ അതിനു മുമ്പ്, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രീ കണ്ടന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഫ്രീ ക്ലാസ്സുകൾ, ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, വർക്ക്ഔട്ട് ചെയ്യുന്ന സെഷൻസും എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് ലഭ്യമാവുന്നതാണ്. സോ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഏരിയയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ വേണം, ഇത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. സോ നമുക്ക് ആരംഭിക്കാം ജോൺ മിൽട്ടനുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇൻ പാരഡൈസ് ലോസ്റ്റ്, മിൽട്ടൺ ഫേമസ്ലി ഡിസ്ക്രൈബ്സ് ഹെൽ വിത്ത് ദ ഫ്രേസ് ഡാർക്ക്നെസ് വിസിബിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു യൂസേജ് ആണ് ഡാർക്ക്നെസ് വിസിബിൾ. അതായത് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന മിൽട്ടന്റെ മാസ്റ്റർ പീസ്, എപ്പിക് പോം, അതിൽ മിൽട്ടൺ ഹെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണിത്, ഡാർക്ക്നെസ് വിസിബിൾ. സോ വാട്ട് ലിറ്റററി ടെക്നിക് ഇസ് മിൽട്ടൺ എംപ്ലോയിങ് ഹിയർ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ അബൌട്ട് ദ നേച്ചർ ഓഫ് ഹെൽ? സോ ഈ ഡാർക്ക്നെസ് വിസിബിൾ എന്ന ഈ ഒരു ഫ്രേസിലൂടെ ശരിക്കും എന്ത് ലിറ്റററി ടെക്നിക്കാണ് ഇവിടെ ജോൺ മിൽട്ടൺ ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് ആ ഹെല്ലിനെ കുറിച്ച് എന്ത് പറയാനാണ്, ആ ഹെൽ, ആ നരകത്തെ കുറിച്ച്, ആ നരകത്തിന്റെ എന്ത് സിഗ്നിഫൈ ചെയ്യാനാണ് അദ്ദേഹം ഡാർക്ക്നെസ് വിസിബിൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്? വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യമാണ്, സിമ്പിളായ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓപ്ഷൻ എ, ഇവിടെ മെറ്റഫർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെൽ ഇസ് ആൻ ഇല്യൂഷൻ, നരകം എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ ആണെന്നാണ് മിൽട്ടൺ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി, അലഗോറി, ഹെൽ റെപ്രസെന്റ്സ് ഇന്റേണൽ ഡെസ്പയർ, ആന്തരികമായ ഒരു വിഷാദമാണ് ഹെൽ എന്ന് പറഞ്ഞാൽ, അതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്, അലഗോറിയാണ് ഇവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നതെന്ന് ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ സി, ഓക്സിമോറോൺ, ഹെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സെൻസറി കൺഫ്യൂഷൻ ആൻഡ് പാരഡോക്സ്. ഓപ്ഷൻ ഡി, പാരഡോക്സ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഹെൽ ഇസ് എ സ്പിരിച്വൽ സ്റ്റേറ്റ്, നോട്ട് എ ഫിസിക്കൽ പ്ലേസ്. ഒരു ആത്മീയ തലമാണ് ഹെൽ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഫിസിക്കൽ പ്ലേസ് അല്ല. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും PG ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം, നമുക്ക് ആദ്യമേ തന്നെ മെറ്റഫറും അലഗോറിയും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അത് മെറ്റഫർ അല്ല. ഡാർക്ക്നെസ് വിസിബിൾ കാണുമ്പോഴേ നമുക്കറിയാം മെറ്റഫർ അല്ല, അലഗോറി അല്ല. അപ്പോൾ കൺഫ്യൂഷൻ ആണോ, ഓക്സിമോറോൺ ആണോ, പാരഡൈസ് ആണോ? കാരണം ഡാർക്ക്നെസ് വിസിബിൾ, രണ്ട് വാക്കുകളും അല്ലെ, രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് വാക്കുകളാണ്, അതാണ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അത് പാരഡോക്സ് ആണോ അതോ ഓക്സിമോറോൺ ആണോ? എന്താണ് ഉത്തരം? നമുക്ക് നോക്കാം. അതിന്റെ ഉത്തരം ഓക്സിമോറോൺ ആണ്. ഓപ്ഷൻ സി, ഓക്സിമോറോൺ. ഹെൽ ഇസ് എ പ്ലേസ് ഓഫ് സെൻസറി കൺഫ്യൂഷൻ ആൻഡ് പാരഡോക്സ്. സോ ഓപ്ഷൻ സി, ഓക്സിമോറോൺ ആണ് ഡാർക്ക്നെസ് വിസിബിൾ എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാർക്ക്നെസ്, ഇരുട്ട്, വിസിബിൾ. അപ്പൊ ഇത് രണ്ടും രണ്ട് വാക്കുകൾ, അതിന് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയും. എന്താണ് ഇവിടെ സിഗ്നിഫൈ ഉദ്ദേശിക്കുന്നത്? ഹെൽ, നരകം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സെൻസറി കൺഫ്യൂഷൻ ആൻഡ് പാരഡോക്സ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Okay, which classical poet was a significant influence on Milton's style in Paradise Lost, particularly in his use of epic similes and blank verse? നമുക്കറിയാലോ, പാരഡൈസ് ലോസ്റ്റ് എന്ന കവിത അത് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ്, വേഴ്സ് പാരഗ്രാഫ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പിക് സിമിലീസിന്റെ ഉപയോഗവും നമുക്ക് കാണാം. സോ ഈ എപ്പിക് സിമിലീസ്, ബ്ലാങ്ക് വേഴ്സ്, ഇതൊക്കെ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് ഉപയോഗിക്കാൻ ആരുടെ സ്വാധീനമാണ് കാരണമായത്? ഓപ്ഷൻ എ, ഒവിഡ്, വെർജിൽ, ഹോമർ, ഹൊറസ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒവിഡ്, വെർജിൽ, ഹോമർ, ഹൊറസ്, 4 പേര്. ഇതിൽ ആരുടെ സ്വാധീനത്തിലാണ് ജോൺ മിൽട്ടൺ എപ്പിക് സിമിലീസും ബ്ലാങ്ക് വേഴ്സും ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരങ്ങളിലേക്ക് കടക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, വെർജിൽ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം 1667 പാരഡൈസ് ലോസ്റ്റ് വരുന്നത്, അറിയാലോ. ശരിക്കും മിൽട്ടൺ ആദ്യം പാരഡൈസ് ലോസ്റ്റ് കമ്പോസ് ചെയ്യപ്പെടുന്നത് 10 ബുക്സിലാണ്, 10 ബുക്സ്. പക്ഷെ ഇന്ന് നമുക്കറിയാം പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12 ബുക്സ് ആണ്. അത് ഈ 12 ആയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ കാരണം തന്നെ വെർജിലാണ്. വെർജിലിന്റെ എപ്പിക്സ് ഒക്കെ 12 ബുക്സിലാണ് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ വെർജിൽ ഡെയിനടക്കം 12 ബുക്സ് ഉണ്ട്. അതുകൊണ്ടാണ് 12 ബുക്കായിട്ട് പിന്നീട് റീഅറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതപ്പെട്ടത്. വേഴ്സ് പാരഗ്രാഫ്സിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. വേഴ്സ് പാരഗ്രാഫ്സ്. ഓക്കെ, വേഴ്സ് പാരഗ്രാഫ്സിലാണ് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക. പിടി കിട്ടിയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. John Milton opens Paradise Lost with the invocation of a muse. Who is this muse and what is the significance of this muse? അപ്പോൾ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിത തുടങ്ങുമ്പോൾ there is an invocation of a muse. ഒരു മ്യൂസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത്. ആരാണ് ഈ മ്യൂസ്? ആൻഡ് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ്? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാലം അറിഞ്ഞിരിക്കണം. അത് ആരാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഡീപ്പ് റീഡിങ് ആവശ്യമാണ്. ശരിക്കും 12 ബുക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ 12 ബുക്സും വായിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നെറ്റ് വേൾഡ് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോസിബിൾ ആയെന്ന് വരില്ല. പക്ഷേ കഴിയുന്നതും ബുക്ക് 1, ബുക്ക് 4, ബുക്ക് 9 ഇത് 3 നിങ്ങൾ കഴിയുകയാണെങ്കിൽ വായിച്ചു നോക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, യുറേനിയ ദ മ്യൂസ് ഓഫ് ആസ്ട്രോണമി. കാലിയോപ്പ് ദ മ്യൂസ് ഓഫ് എപ്പിക് പോയട്രി. Option C, the Holy Spirit representing divine inspiration over classical tradition. Option D, Melpomene, the muse of tragedy. ആരാണ്? ഉത്തരങ്ങൾ പോരട്ടെ. ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു മ്യൂസിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആരാണ്? സിഗ്നിഫിക്കൻസ് എന്താണ്? ഉത്തരത്തിലേക്ക് കടക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഹോളി സ്പിരിറ്റിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. റെപ്രസെന്റ്, ഈ ഹോളി സ്പിരിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെപ്രസെന്റ്സ് ഡിവൈൻ ഇൻസ്പിറേഷൻ ഓവർ ക്ലാസിക്കൽ ട്രഡീഷൻ. ഇതാണ് ആ ഒരു ആൻസർ. ഇതാണ്. ഓക്കെ, ഹോളി സ്പിരിറ്റ് റെപ്രസെന്റിംഗ് ഡിവൈൻ ഇൻസ്പിറേഷൻ ഓവർ ക്ലാസിക്കൽ ട്രഡീഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മിൽട്ടൺസ് വർക്ക്, മിൽട്ടന്റെ ഒരു പ്രോസ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. കാരണം ബാക്കി ഇതുവരെയുള്ള നമ്മൾ പാരഡൈസ് ലോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണല്ലോ നോക്കിയത്. മിൽട്ടന്റെ പ്രോസ് വർക്ക്സ്. എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മിൽട്ടനെ പഠിക്കുമ്പോൾ എപ്പോഴും ലിസിഡസ് അല്ലെങ്കിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചില വർക്ക്സിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ നമ്മൾ സാധ്യതയുണ്ട്. പക്ഷെ അത് പാടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും പ്യൂരിറ്റി ലിറ്ററേച്ചറിന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. മിൽട്ടനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അദ്ദേഹത്തിന്റെ മൈനർ വർക്ക്സ് അറിയാലോ. ഇപ്പോൾ UGCയുടെ ഇപ്പോഴത്തെ പരീക്ഷകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ മേജർ റൈറ്റേഴ്സിന്റെ മൈനർ വർക്ക്സും അറിഞ്ഞിരിക്കണം. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രോസ് വർക്ക് ഡേ ഡോക്ട്രിന ക്രിസ്റ്റിയാന. It provides insight into his religious beliefs. അദ്ദേഹത്തിന്റെ മതവിശ്വാസങ്ങളെ കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങൾ ഡി ഡോക്ട്രിന ക്രിസ്റ്റിയാനയിൽ അദ്ദേഹം പറയുന്നുണ്ട്. Which theological position did Milton controversially support in this treatise? So ഈ വർക്കിൽ ഡി ഡോക്ട്രിന ക്രിസ്റ്റിയാന എന്ന ഈ വർക്കിൽ ഏത് തിയോളജിക്കൽ പൊസിഷനെയാണ് മിൽട്ടൺ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പരിധിവരെ അത് വിവാദവുമായിരുന്നു. ഇത്തരത്തിലൊരു വിവാദകരമായ ഒരു നിലപാടാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ കൈക്കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഡീപ്പായിട്ട് റീഡ് ചെയ്താൽ ഇത്തരം കാര്യം അറിയാൻ പറ്റൂ. മിൽട്ടനെ സ്പെസിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ കവിതകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല. അദ്ദേഹം പ്രോസ് വർക്ക്സ്, പാംപ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഓക്കെ, പ്രീ ഡെസ്റ്റിനേഷനെയാണോ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ആരിയാനിസം, ഡിനൈങ് ദ കോ ഇക്വാളിറ്റി ഓഫ് ക്രൈസ്റ്റ് വിത്ത് ഗോഡ് ദ ഫാദർ. ഓപ്ഷൻ സി, ദ ഡോക്ട്രിൻ ഓഫ് ഒറിജിനൽ സിൻ. ഓപ്ഷൻ ഡി, ദ ട്രിനിറ്റി ആസ് ആൻ ഇൻസെപ്പറബിൾ യൂണിറ്റി. അപ്പൊ എന്ത് തരം തിയോളജിക്കൽ പൊസിഷനാണ് ഇവിടെ മിൽട്ടൺ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ആരിയാനിസം, ഡിനൈങ് ദ കോ ഇക്വാളിറ്റി ഓഫ് ക്രൈസ്റ്റ് വിത്ത് ഗോഡ് ദ ഫാദർ. സോ ഇതിനകത്ത് ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരങ്ങൾ കഴിയുന്നതും ഒന്ന് ബ്രൗസ് ചെയ്തൊക്കെ നോക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പൊ ആരിയാനിസം എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ, അത് വേറെ ഏതെങ്കിലും വർക്കിൽ വന്നിട്ടുണ്ടോ, മിൽട്ടൻ തന്നെ ഏതെങ്കിലും വർക്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പരിമിതമായ ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്കെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിൽട്ടൺസ് യൂസ് ഓഫ് എപ്പിക് സിമിലീസ് ഇൻ പാരഡൈസ് ലോസ്റ്റ് ഇസ് ഓഫൻ റിഗാർഡ് ആസ് വൺ ഓഫ് ദ ഹോൾമാർക്സ് ഓഫ് ഹിസ് സ്റ്റൈൽ. അറിയാലോ മിൽട്ടന്റെ എപ്പിക് സിമിലിയുടെ ഉപയോഗം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശൈലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മൾ പറയാറുണ്ട്. ഇൻ ബുക്ക് 1, മിൽട്ടൺ കമ്പയർസ് സൈറ്റൻസ് മാസീവ് സൈസ് ടു വാട്ട് ക്രീച്ചേഴ്സ് ഓർ ഓബ്ജെക്ട്സ്. അപ്പോൾ ഒന്നാമത്തെ ബുക്കിൽ മിൽട്ടൺ സൈറ്റന്റെ മാസീവ് സൈസ്, അദ്ദേഹത്തിന്റെ സൈസിനെ എന്ത് ക്രീച്ചർ അല്ലെങ്കിൽ ഓബ്ജക്റ്റുമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുന്നത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ ഡ്രാഗൺ ആൻഡ് എ മൗണ്ടൻ. ഓപ്ഷൻ ബി, എ വെയിൽ ആൻഡ് എ സ്റ്റോം. ഓപ്ഷൻ സി, ലെവിയാഥൻ ആൻഡ് എ ഹ്യൂജ് ഐലൻഡ്. ഓപ്ഷൻ ഡി, എ ജയന്റ് ആൻഡ് തണ്ടർ ക്ലൗഡ്. എന്താണ് ഉത്തരം? ഉത്തരത്തിലേക്ക് നോക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ലെവിയാഥൻ
ആൻഡ് എ ഹ്യൂജ് ഐലൻഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബുക്ക് 1 ഒന്നാമത്തെ പുസ്തകത്തിൽ മിൽട്ടൺ സെയ്റ്റന്റെ മാസീവ് സൈസിനെ കമ്പയർ ചെയ്യുന്നത് ഈ കമ്പയർസ് ഇറ്റ് ടു എ ലെവ്യാത്തൻ ആൻഡ് എ ഹ്യൂജ് ഐലൻഡ്. ഇത്തരം കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ലെവ്യാത്തൻ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസ് വർക്കിന്റെ പേരായിട്ട് വരുന്നുണ്ട്. അത് എഴുതിയത് തോമസ് ഹോബ്സ് ആണ്. ഓക്കെ, തോമസ് ഹോബ്സിന്റെ ഒരു വർക്കിന്റെ പേര് കൂടിയാണ് തോമസ് ഹോബ്സ്. ഓക്കെ, സോ ആ ഒരു കാലഘട്ടത്തിലെ പ്രോസ് വർക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ലെവിയാത്തൻ. പാരഡൈസ് ലോസ്റ്റ് പോയട്രിക്ക് എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു പ്രോസിന് ലെവിയാത്തൻ. ഓർത്ത് വെക്കുക ബുക്ക് 1. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, നിങ്ങൾ പാരഡൈസ് ലോസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ബുക്ക് 1, ബുക്ക് 4, ബുക്ക് 9 ഇത് മൂന്നും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുകയാണെങ്കിൽ നന്നായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഇൻ മിൽട്ടൺസ് സാംസൺ അഗോണിസ്റ്റസ്, അദ്ദേഹത്തിന്റെ ഒരു ട്രാജിക് ക്ലോസറ്റ് ഡ്രാമയാണ്. ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ക്ലോസറ്റ് ഡ്രാമ, മീനിങ് ഇറ്റ് വാസ് ഇന്റൻഡഡ് ടു ബി റെഡ് റാദർ ദാൻ പെർഫോം. സോ ഈ ഒരു നാടകം എഴുതപ്പെടുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വായിക്കപ്പെടുക, പെർഫോം ചെയ്യപ്പെടുക എന്നതിലുപരി വായിക്കപ്പെടുക എന്നായിരുന്നു ഉദ്ദേശം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ തീം എക്സ്പ്ലോർഡ് ഇൻ സാംസൺ അഗോണിസ്റ്റസ്. സോ സാംസൺ അഗോണിസ്റ്റസ് നാടകത്തിലെ പ്രധാനപ്പെട്ട തീം എന്താ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിവൈൻ വിൽ ആൻഡ് പേഴ്സണൽ ഏജൻസി. Option B, the fall of monarchy and the rise of republicanism. Option C, the rejection of religious institution. Option D, the glorification of physical strength. എന്തായിരുന്നു സാംസൺ അഗോണിസ്റ്റസ് എന്ന നാടകത്തിലെ കീ തീം? എന്താണ്? 4 ഓപ്ഷൻസ്. ഉത്തരം നമുക്ക് എന്താ നോക്കാം. The answer is option A, the conflict between divine will and personal agency. സോ സാംസൺ അഗോണിസ്റ്റസ് നാടകത്തെ കുറിച്ച് അതിന്റെ പ്ലോട്ട് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ടെംപ്ടേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു തീമാണ് കേട്ടോ ഇതിലെ. ടെംപ്ടേഷൻ, അതായത് ടെംപ്ടേഷൻ എന്ന് പറയുന്ന തീമിൽ ഒന്നിലധികം വർക്ക്സ് മിൽട്ടന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സാംസൺ അഗോണിസ്റ്റസിൽ ടെംപ്ടേഷൻ വരുന്നുണ്ട്, പാരഡൈസ് റീഗെയിൻഡിൽ ടെംപ്ടേഷൻ ഉണ്ട്, പാരഡൈസ് ലോസ്റ്റിൽ ടെംപ്ടേഷൻ എന്ന തീം വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമസ് എന്നതിന്റെ മാസ്കിൽ അവിടെയും ടെംപ്ടേഷൻ എന്ന തീം വരുന്നുണ്ട്. സോ ഇവിടെയും അതൊരു തീമാണ്, ടെംപ്ടേഷൻ എന്നൊരു തീമാണെന്ന് ഞാൻ ഓർപ്പിച്ചതാണ്. സോ ജോൺ മിൽട്ടനെ കുറിച്ചുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ഈ വരാൻ പോകുന്ന ഡിസംബർ 2024 നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ജെയ്ലേൺ ആപ്പ് നെറ്റ് ഇംഗ്ലീഷിന്റെ കോഴ്സസ് ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുന്നു, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ജെയ്ലേണിന്റെ കൊച്ചി ക്യാമ്പസിലാണ് ഓഫ്ലൈൻ ബാച്ചസ് ആരംഭിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് മോഡിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അതായത് ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ജെയ്ലേൺ ആപ്പ് വഴിയുള്ള വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് മോഡിലുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സസും ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജെയ്ലേൺ ആപ്പ് വഴി സ്റ്റുഡിയോ റെക്കോർഡഡ് HD ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്, ഇങ്ങനെ അനവധി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾ എന്താണോ ഓപ്റ്റ് ചെയ്യുന്നത്, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ കണ്ടന്റും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ, കണ്ടന്റ് ആവശ്യമാണെങ്കിൽ, ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഉറപ്പായിട്ടും അത് കണക്കിലെടുക്കുന്നതായിരിക്കും. സോ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ആൻഡ് ബൈ.